ശ്രീ മൂകാംബികാ ദേവി. കർണാടക സംസ്ഥാനത്ത് ഉടുപ്പി ജില്ലയുടെ വടക്ക് കിഴക്കേ ഭാഗത്തായി കുടജാദ്രി മലനിരകളുടെ താഴ്വാരത്ത് പ്രശാന്തസുന്ദരവും പ്രകൃതിരമണീയവുമായ കൊല്ലൂർ ശ്രീ മൂകാംബികാ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. മഹാരണ്യപുരമായിരുന്ന ഇവിടം മഹാതപസ്വിയായ കോലാമഹർഷിയുടെ നാമധേയത്തിൽ കോലാപുരമാവുകയും കാലക്രമത്തിൽ കൊല്ലൂരായി രൂപാന്തരപ്പെടുകയും ചെയ്തു. ശ്രീ മൂകാംബികാ ക്ഷേത്ര ചരിത്രം കോലാപുര മഹാത്മ്യം എന്ന പേരിൽ വേദവ്യാസകൃതിയായ സ്കന്ദപുരാണത്തിൽ വളരെ വിശദമായി പ്രതിപാദിക്കുന്നത് തന്നെ അതിൻ്റെ പൗരാണികതയെയും പ്രാധാന്യത്തെയും വ്യക്തമാക്കുന്നു. കംഹാസുരനാൽ പീഡിതനായ കോലാമഹർഷി കുടജാദ്രിയിൽ പോയി ചിത്രമൂലയിലിരുന്ന് തപസ് ആരംഭിച്ചു. കംഹാസുരൻ്റെ നിരന്തരമായ ഉപദ്രവത്താൽ പൊറുതിമുട്ടിയ ദേവന്മാർ വിവരം ത്രിമൂർത്തികളെ ഉണർത്തിച്ചു. അവർ ഒത്തൊരുമിച്ച് ത്രിപുരഭൈരവിയെ സൃഷ്ടിച്ച് കംഹാസുരൻ്റെ വധത്തിന് നിയോഗിച്ചു. ദേവിയെ കണ്ട് ഭയന്നോടിയ കംഹാസുരൻ ഋഷ്യമുഖാചലത്തിലെത്തി തപസ് തുടങ്ങി. കംഹൻ്റെ അത്യുഗ്രമായ തപോനിഷ്ഠയിൽ പരിഭ്രാന്തരായ ദേവകൾ അവൻ്റെ ഇംഗിതഭംഗം വരുത്തുവാൻ ദേവിയോട് അപേക്ഷിച്ചു. കാര്യം ഗ്രഹിച്ച മഹാമായ ബ്രഹ്മാവിൻ്റെ ആഗമനം പാർത്ത് കംഹാസുരൻ്റെ നാവിൽ കുടികൊണ്ടു. വരം നൽകാനെത്തിയ വേധാവിനോട് ഒന്നും ചോദിക്കുവാൻ അവന് കഴിഞ്ഞില്ല. മൂകനായിരിക്കുന്ന കംഹാസുരനെ കണ്ട് വിധാതാവ് അപ്രത്യക്ഷനാവുകയും ചെയ്തു. അന്നു മുതൽ കംഹാസുരൻ മൂകാസുരൻ എന്ന് വിളിക്കപ്പെട്ടു. മൂകരൂപിയായി അവൻ്റെ നാവിൽ കുടികൊണ്ടതിനാൽ ദേവി മൂകാംബിക എന്ന പേരിൽ അറിയപ്പെട്ടു. ഇച്ഛാഭംഗത്താൽ കലികേറിയ മൂകാസുരൻ രോഷാകുലനായി ത്രിലോകങ്ങളും തകർത്ത് തരിപ്പണമാക്കി. അസുരപീഡിതരായ ദേവകൾ വീണ്ടും ത്രിമൂർത്തികളെ അഭയം പ്രാപിച്ചു. ഏവരുമായി ആലോചിച്ച് സകല ദേവന്മാരുടെയും ശക്തികളെ കൊണ്ട് ഓരോ മൂർത്തികളെ സൃഷ്ടിച്ചു. ബ്രഹ്മാവ് ബ്രഹ്മി, വിഷ്ണു വൈഷ്ണവി, ശിവൻ ശാംഭവി, സേനാനി കുമാരി, ഇന്ദ്രൻ ഇന്ദ്രാണി, യമൻ വാരാഹി എന്നിങ്ങനെ ഷഡ്കുമാരികളും ശിവസുതയായ ഭദ്രയും ഒന്നിച്ച് വീരഭദ്രൻ, ഗണനാഥൻ തുടങ്ങിയവരോടുകൂടി മൂകാസുരവധത്തിന് നിയോഗിച്ചു. അനവധി ദിവസം നീണ്ടുനിന്ന അതിഭയങ്കരമായ യുദ്ധത്തിൽ സപ്തമാതൃക്കളും പരവശപ്പെട്ടു. ഇവനെ നാനാത്വത്തിൽ കൊല്ലപ്പെടുത്താൻ സാധ്യമല്ല എന്നുറച്ച ദേവി ഏകത്വമായ ശരീരം ധരിച്ച് മൂകാസുരനെ കൊല ചെയ്ത് തേജോരൂപിണിയായി. മന്വന്തരങ്ങൾ കടന്ന ദേവീ ചൈതന്യം നിറഞ്ഞു നിന്ന ഇവിടേക്ക് ആയിരം ആണ്ടുകൾക്കപ്പുറം കേരളത്തിലെ കാലടിയിൽ പൂജാതനായ ശ്രീശങ്കരൻ ഇവിടെ എത്തി തപസ് ചെയ്ത് ദേവിയെ പ്രത്യക്ഷപ്പെടുത്തി. അന്ന് അദ്ദേഹം കണ്ട സ്വരൂപത്തിൽ ഉണ്ടാക്കി പ്രതിഷ്ഠിക്കപ്പെട്ടതാണ് ചതുരബാഹുക്കളോടുകൂടി ഇന്ന് കാണപ്പെടുന്ന വിഗ്രഹം. അതിനു മുൻപ് സ്വയംഭൂലിംഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആർഷഭാരത സംസ്കാരം ഉയർത്തുവാനായി ശങ്കരൻ്റെ കാലഘട്ടം മുതൽ ക്ഷേത്ര ആരാധനാ സമ്പ്രദായങ്ങൾ നവീകരിക്കപ്പെട്ടു. അതിനുശേഷമാണ് ശ്രീശങ്കര സ്മാരകമായി ചുറ്റമ്പലത്തിനുള്ളിൽ ശങ്കരപീഠം ഉടലെടുത്തത്. ഭാരത സംസ്കാരത്തിൻ്റെ അഭിമാനസ്തംഭങ്ങളിൽ പ്രശോഭിക്കുന്ന പുണ്യപുരാതന ക്ഷേത്രങ്ങളിൽ അതിപ്രധാനമായ ഒന്നാണ് അദൃശ്യ ശക്തിപ്രഭാവത്താൽ പരിപാവനമായ കൊല്ലൂർ ശ്രീ മൂകാംബികാ ദേവി ക്ഷേത്രം. പ്രപഞ്ചത്തിൻ്റെ അമ്മയായ ശ്രീ മൂകാംബിക മഹാസരസ്വതിയായും മഹാലക്ഷ്മിയായും മഹാകാളിയായും ഇവിടെ കുടികൊള്ളുന്നു. ഈ പ്രദേശങ്ങളിൽ ശുക്ലതീർത്ഥം, അഗ്നിതീർത്ഥം, ഗോവിന്ദതീർത്ഥം തുടങ്ങിയ ഉപതീർത്ഥങ്ങളും കുടജാദ്രി, ചിത്രമൂല അഥവാ സിദ്ധമൂല, ഗണപതി ഗുഹ തുടങ്ങിയ ആരാധനാ കേന്ദ്രങ്ങളും തീർത്ഥാടകർക്ക് പ്രചോദനം നൽകിക്കൊണ്ട് നിലനിൽക്കുന്നു. 64 ഇനം ഔഷധങ്ങളെ തഴുകി 64 തീർത്ഥങ്ങളിൽ നിന്നും ഉദ്ഭവിച്ച് കളകളാരവം മുഴക്കി വളഞ്ഞ് പുളഞ്ഞൊഴുകുന്ന സൗപർണികാ നദിയുടെ കുളിർമയിൽ നിന്നുള്ള ശുദ്ധജലമാണ് ഇന്നും ഉത്സവാദി വിശേഷങ്ങളിൽ അഭിഷേകത്തിനായി ഉപയോഗിക്കുന്നത്. അത്യത്ഭുത ചൈതന്യത്തോടു കൂടിയിരിക്കുന്ന ശ്രീ മൂകാംബികാ ദേവിയെ കാണുവാനായി ഈ തപോഭൂമിയിലേക്ക് ദൈനംദിനം ആരാധകരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. വിശ്വാസികളായ ഏതൊരു വ്യക്തിക്കും മതഭേദമന്യേ ശ്രീ മൂകാംബികാ ദേവിയെ കണ്ടുവണങ്ങി അനുഗ്രഹം തേടാവുന്നതാണ്. രാവിലെ 5 മണിയോടെ ക്ഷേത്രം തുറക്കപ്പെടും. സ്വയംഭൂലിംഗത്തിലെ നിർമാല്യങ്ങൾ മാറ്റി അഭിഷേകം
അർച്ചന എന്നിവ സമർപ്പിക്കുന്നു. 7 മണിയോടെ നിവേദ്യവും ഒരാരതിയും, തുടർന്ന് ശ്രീഭൂതബലി. അമ്മയുടെ തിടമ്പ് ഒരു വലത്ത് ആൾ ഏറ്റിയും 2 വലത്ത് പല്ലക്കിലും. തുടർന്ന് അകത്തെഴുന്നള്ളിച്ചു കഴിഞ്ഞ് 9 മണിക്കകം ഒരു പ്രസാദ വിതരണം. തീർത്ഥം, ചന്ദനം, ത്രിമധുരം എന്നിവയാണ് രാവിലത്തെ പ്രസാദം. പിന്നീട് 11:30 മണിവരെ സാധാരണ ദിവസങ്ങളിൽ ചടങ്ങുകളൊന്നും തന്നെയില്ല. തുടർന്ന് നിവേദ്യം, ആരതി, ശീവേലി തുടങ്ങിയ ചടങ്ങുകളോടെ 1:30 മണിക്കകം ക്ഷേത്രം അടയ്ക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടെ തുറക്കുന്ന ക്ഷേത്രത്തിൽ 7 മണിക്ക് അർച്ചന, നിവേദ്യം തുടങ്ങിയവ കഴിഞ്ഞ് ആരതി നടക്കുന്നു. അതിനുശേഷം വലിയ ആരതി അഥവാ ദീപാരാധന. അകത്തെ ദീപാരാധന കഴിഞ്ഞാൽ വീരഭദ്രനും ചുറ്റിനുമുള്ള ഉപദേവതകൾക്കും ദീപാരാധനയോടെ അവസാനിക്കുന്നു. പിന്നീട് നിവേദ്യം, ആരതി എന്നിവ കഴിഞ്ഞ് ശീവേലിക്ക് ഇറങ്ങുന്നു. ശീവേലി കഴിഞ്ഞ് സരസ്വതീ പീഠത്തിലിരുത്തി സരസ്വതീ സങ്കല്പത്തിൽ പൂജ നടത്തിയ ശേഷം അകത്തെഴുന്നള്ളിച്ച് കഷായ തീർത്ഥവും നിവേദിച്ച് ഭക്തർക്ക് വിതരണം നടത്തുന്നു. കുരുമുളക്, വെല്ലം, സൗപർണികാ നദിയിലെ തീർത്ഥം എന്നിവ ഒരു പ്രത്യേക അനുപാതത്തിൽ ചൂടാക്കിയ ഔഷധം ഏതൊരു മഹാരോഗത്തിനും സിദ്ധൌഷധമായി ജനങ്ങൾ വിശ്വസിച്ചു വരുന്നു. സ്നേഹവാത്സല്യങ്ങളുടെ മൂർത്തീകരണമായ മാതൃഭാവം കൊല്ലൂർ ശ്രീ മൂകാംബികാ ക്ഷേത്രം ഒരു തവണയെങ്കിലും സന്ദർശിച്ചവർക്ക് തീർച്ചയായും അനുഭവഭേദ്യമാകും. ഇവിടുത്തെ ഉത്സവം മീനമാസത്തിലെ ഉത്രം നാളിൽ കൊടിയേറി മൂലം നക്ഷത്രത്തിൽ അവസാനിക്കുന്നു. 8-ാം ദിവസം വലിയ രഥം വലിച്ച് പടിഞ്ഞാറേ നടവരെ കൊണ്ടുചെന്ന് മടക്കി കിഴക്കേ നടയിൽ കൊണ്ടുവെക്കും. ഈ സമയം രഥത്തിൽ നിന്ന് നാണയങ്ങൾ, ലോഹങ്ങൾ തുടങ്ങിയവ വലിച്ചെറിയും. ഇത് കിട്ടുന്നവർ ഭാഗ്യവാന്മാരെന്നാണ് കരുതുന്നത്. 9-ാം ദിവസം ഓക്കുളി എന്ന ചടങ്ങോടെ രാത്രി സൗവർണികാ നദിയിലേക്ക് അമ്മയെ എഴുന്നള്ളിച്ച് ആറാട്ടുത്സവം നടത്തുന്നു. നവരാത്രി കാലത്തെ 9 ദിവസവും അതിപ്രധാനമായ ചടങ്ങുകളോടെ ആഘോഷിക്കപ്പെടുന്നു. ഈ സമയത്ത് മതിലിനകത്തിരിക്കുന്ന ചെറിയ രഥമാണ് രഥോത്സവത്തിന് ഉപയോഗിക്കുന്നത്. നവാക്ഷരീ കലശം, ചണ്ഡികാഹോമം, പൂർണ്ണകുംഭാഭിഷേകം എന്നിവ ഈ സമയങ്ങളിൽ നടത്തപ്പെടുന്നു. അഷ്ടമി രോഹിണി, ജന്മാഷ്ടമി, കാർത്തിക ദീപം, രാമനവമി, വിഷു തുടങ്ങിയ പല വിശേഷ ദിവസങ്ങളും ഇവിടെ ആചരിച്ചു വരുന്നുണ്ട്. കാർത്തിക ദീപം വൃശ്ചികമാസത്തിലെ അമാവാസി ദിവസത്തിൻ്റെ തലേ ദിവസം അമ്മയെ സൗപർണികാ തീരത്തിൽ എഴുന്നള്ളിച്ചിരുത്തി പൂജാതി കർമ്മങ്ങൾ നടത്തും. അതോടൊപ്പം പങ്കെടുക്കുന്നവർക്കെല്ലാം വിഭവസമൃദ്ധമായ ഭക്ഷണം നൽകുന്നു. വനഭോജനം എന്ന ചടങ്ങും അതോടൊപ്പം നടക്കും. അതിനുശേഷം സരസ്വതീ മണ്ഡപത്തിലേക്ക്. കുട്ടികളെ എഴുത്തിനിരുത്തുന്ന വിദ്യാരംഭം എന്ന ചടങ്ങ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു സവിശേഷതയാണ്. അതുപോലെ തന്നെ ഏതൊരു കലയും പഠിച്ച കുട്ടികളുടെ കലാപ്രകടനം എല്ലാ കലകളുടെയും അധിപതിയായ ശ്രീ മൂകാംബികാ ദേവിയുടെ തിരുസന്നിധിയിൽ വന്ന് അരങ്ങേറ്റം കുറിക്കുക എന്നത് ഒരു വലിയ ഭാഗ്യമായി വിശ്വസിക്കപ്പെടുന്നു. പ്രസിദ്ധ ചിത്രകാരനായ രാജാ രവിവർമ്മ തൻ്റെ പ്രൊഫഷണൽ ചിത്രകല തുടങ്ങുന്നതിന് മുൻപ് 41 ദിവസം ഇവിടെ വന്ന് ഭജനമിരിക്കുകയും അരങ്ങേറ്റം കുറിക്കുകയും ചെയ്തിട്ടുണ്ട്. അമ്മയുടെ കൃപാകടാക്ഷം ലഭിക്കുന്ന വ്യക്തികൾ ലോകപ്രശസ്തരാകും എന്നതിന് ഇതിൽ പരം മറ്റെന്ത് തെളിവാണ് വേണ്ടത്? അതുപോലെ തന്നെയാണ് ഭാരതീയരുടെ അഭിമാനമായ യേശുദാസ്. കുടജാദ്രിയിലേക്ക് യാത്രാ ജീപ്പുകൾ അനവധിയുണ്ട്. 8 പേർക്കാണ് ഒരു ജീപ്പിൽ പോകാൻ കഴിയുന്നത്. ചുരുങ്ങിയത് 5 മണിക്കൂർ സമയമെങ്കിലും വേണം പോയി വരുന്നതിന്. കുടജാദ്രി യാത്ര നടത്താനുദ്ദേശിക്കുന്നവർ 2 ദിവസത്തെ താമസത്തിനുള്ള തയ്യാറെടുപ്പോടെ വേണം കൊല്ലൂരെത്താൻ. മഹാരണ്യപുരമെന്ന് പ്രസിദ്ധി നേടിയിരുന്ന സമയങ്ങളിൽ ഘോരവനമായിരുന്നു ഈ കുടജാദ്രി താഴ്വാരങ്ങൾ. സിംഹം, പുലി, കടുവ, ആന, കരടി, കാട്ടുപോത്ത് തുടങ്ങിയ വന്യജീവികളുടെ വിഹാരകേന്ദ്രമായിരുന്ന ഈ പ്രദേശത്തുകൂടി പട്ടാപ്പകൽ പോലും മനുഷ്യർ സഞ്ചരിച്ചിരുന്നില്ല. അനവധി വന്യജീവികൾ ഇന്നും ഈ വനപ്രദേശങ്ങളിലുണ്ട്. മൂകാംബികയിൽ നിന്ന് കുടജാദ്രിക്ക് 20 കിലോമീറ്റർ കിഴക്കുള്ള നഗോഡി വരെ ബസ്സുണ്ട്. തുടർന്ന് മുഴുവൻ വനപ്രദേശമാണ്. 5 കിലോമീറ്ററോളം സാമാന്യം ഭേദപ്പെട്ട കയറ്റവും 3 കിലോമീറ്റർ കിഴുക്കാം തൂക്കായ കയറ്റവുമാണ്. വനം വകുപ്പിൽ നിന്നും പ്രത്യേക പരിശീലനം നേടിയവരാണ് ജീപ്പ് ഡ്രൈവർമാർ.
കുണ്ടും കുഴിയും താണ്ടി വളഞ്ഞു പുളഞ്ഞ് കുത്തനെ വനത്തിലൂടെയുള്ള യാത്ര വളരെ ആനന്ദദായകം തന്നെയാണ്. ജീപ്പിന് എത്താവുന്ന പരിധിയിൽ നിന്ന് നോക്കിയാൽ ഒരമ്പലം കാണാം. വീണ്ടും മുകളിലേക്ക് നടന്നാൽ മറ്റൊരു ദേവാലയവും ഒരു കുളവും വീടും കാണാവുന്നതാണ്. തുടർന്ന് മുകളിലേക്ക് കയറും തോറും അതിശക്തമായ കാറ്റും കിഴുക്കാം തൂക്കായ മലകളും അഗാധഗർത്തങ്ങളും താണ്ടി മുകളിലെത്തുമ്പോൾ സർവജ്ഞപീഠം എന്നറിയപ്പെടുന്ന ഒരു മണ്ഡപമുണ്ട്. ഏകാന്തതയിലെ ഒരു കരിങ്കിൽ നിർമ്മിതിയും കുടജാദ്രിയുടെ ഔന്നത്യവും പ്രപഞ്ചത്തിൻ്റെ നിഗൂഢത ഒളിപ്പിച്ച ഊർജസ്രോതസ്സും അവിടം സന്ദർശിക്കുന്ന ഏതൊരാൾക്കും ഒരു പ്രത്യേക അനുഭൂതി പ്രദാനം ചെയ്യുന്നു. അനേക നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രശാന്തസുന്ദരമായ പ്രകൃതിയിലിരുന്ന് തപസ് ചെയ്ത് സർവജ്ഞപീഠം കരസ്ഥമാക്കിയ ശ്രീ ശങ്കരാചാര്യർക്ക് കാശ്മീർ മലനിരകൾ പോലെ തന്നെ കുടജാദ്രി മലനിരകളും അവാച്യമായ ഒരു അനുഭൂതി പകർന്നിരിക്കണം. ഈ തപോഭൂമിയിലിരുന്ന് തപസ്സു ചെയ്താണ് ശ്രീശങ്കരൻ ദേവിയെ പ്രത്യക്ഷപ്പെടുത്തിയത്. കേരളത്തിലെ കാലടിയിൽ നിന്ന് വന്ന ശ്രീശങ്കരൻ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തിയ ശ്രീ മൂകാംബികാദേവി മലയാളികൾക്ക് എന്നും ഏറെ പ്രിയപ്പെട്ടതുതന്നെയാണ്. ആർഷഭാരത സംസ്കാരത്തിൻ്റെ ശാന്തി സന്ദേശം പരത്തി നിലനിൽക്കുന്ന മഹനീയ മഹാശക്തിയാണ് സർവാഭീഷ്ടവരദായിനിയായ ശ്രീ മൂകാംബികാദേവി.